അച്ഛനൊന്ന് പോകുന്നുണ്ടോ? പിന്നെ പോവാതിരുന്നൂടെ? അതെങ്ങനാ മോളെ? ബിസിനസ് മീറ്റ് അച്ഛൻ മാത്രം തീരുമാനിക്കുന്ന കാര്യമാണോ? അതും നമുക്ക് വളരെ നേരിട്ടുള്ള ഒരു സംഭവത്തിന് അച്ഛൻ ചെല്ലാതിരുന്ന എങ്ങനെയാ? എന്നാ ഞാൻ അച്ഛൻ്റെ കൂടെ വരട്ടെ? എന്താ മോളെ ഇത്? ബിസിനസ് മീറ്റിന് പോകുമ്പോ അച്ഛന് നിന്നെ ശ്രദ്ധിക്കാൻ എവിടുന്ന സമയം? ഞാൻ മുറിയിൽ തന്നെ ഇരുന്നോളാം. എന്തിനാ അത്? എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അമ്മ അനാമികന്റെയും കൂടെ എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മോള് വിഡ്ഢിത്തരം പറയാതിരിക്കെ. അച്ഛ പ്ലീസ്, ഈ യാത്ര ഒന്ന് മാറ്റിവെക്ക്. അച്ഛന്റെ മോക്ക് വേണ്ടിയല്ലേ? ഇതിനു മുമ്പ് അച്ഛൻ യാത്രയുടെ കാര്യങ്ങൾ പറയുമ്പോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്ന ആളാണല്ലോ മോള്. ഇപ്പൊ എന്താ പറ്റിയത്? എനിക്ക് അമ്മ പേടിയാ. ആ പേടി ആദ്യം മനസ്സിൽ നിന്ന് കള. യാമി മോക്ക് എന്താ കുഴപ്പം? അച്ഛന്റെ ചക്കര നല്ല പവർഫുൾ ആയ പെൺകുട്ടിയല്ലേ? കൂടെ പഠിക്കുന്ന ആമ്പിളരെ ഇടിച്ചു തെറിപ്പിക്കുന്നവളല്ലേ? എന്നിട്ട് എങ്ങനെ പേടിക്കുന്നത്? നാണക്കേടല്ലേ? മോള് പോയിരുന്നു പഠിച്ചു. അച്ഛൻ പോറാമ്പ് വിളിച്ചോളാം. ഇനി അച്ഛന്റെ യാത്ര തന്നെ മനസ്സിലാലോചിച്ചിരിക്കണ്ട. ചെല്ലേ. ചേച്ചി അമ്മ എന്തെങ്കിലും ചെയ്തോ? പിന്നെന്തിനാ അമ്മയെ പേടിയെന്ന് പറഞ്ഞത്? പേടിയായതുകൊണ്ട്. അമ്മയ്ക്ക് ചേച്ചിയെ എന്തിഷ്ടമാണെന്നറിയോ? അമ്മ ചേച്ചിയെ ദ്രോഹിക്കോ? ദ്രോഹിക്കും. ഞാൻ അച്ഛൻ പറയുന്ന കേൾക്കുന്നതും അനുസരിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല. ചേച്ചി എന്തൊക്കെയായി പറയുന്നത്? അമ്മ നമ്മളെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ. അമ്മയെക്കുറിച്ച് ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് അമ്മ കേട്ടാ അമ്മ കരയില്ലേ ചേച്ചി? അമ്മ കരഞ്ഞ നീ കണ്ണീര് തുടച്ചു കൊടുക്ക്. തൊട്ടടുത്ത് തന്നെ ഉണ്ടല്ലോ എപ്പോഴും. അമ്മയുടെ കണ്ണീര് ഞാൻ തുടച്ചു കൊടുക്കാം. എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല. എന്തിനാ ചേച്ചി ഇത്രയും സ്നേഹമുള്ള അമ്മയെ വെറുക്കുന്നത്? സ്കൂളിലെ ടീച്ചർമാരും കൂടെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ ഭൂമിയിൽ ഏറ്റവും നല്ല അമ്മയാ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന്? അത് ശരിയാ ചേച്ചി, അമ്മ നല്ലതാ. ഞാനൊരു ഹാഫ് ആൻ അവറിൽ തിരിച്ചെത്തും. താൻ വേഗം റെഡി ആയിട്ട് നിന്നോ, നമുക്കൊന്ന് പുറത്തു പോവാം. ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു. എനിക്ക് 1-2 സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. ഭാര്യയുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണല്ലോ ഭർത്താവിന്റെ ഡ്യൂട്ടി. ഓ ആടോ, പിന്നൊരു കാര്യം, താൻ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് സാരംഗിന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ മായാമഹേശ്വരിയുടെ കാര്യത്തില് താൻ അയാളോടൊപ്പം ചൂടായില്ലേ? അതിനെക്കുറിച്ചാ പറയുന്നത്. ഇഷ്ടായില്ലെന്ന് സാരംഗ് പറഞ്ഞു. അത് മാത്രമല്ല, മൈഥിലിയുമായിട്ട് താൻ എപ്പോഴും ഒരുമിച്ച് നടക്കുന്നതില് അയാൾക്കൊരു ടെൻഷനും ഉണ്ട്. അതിനിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? മൈഥിലി കണ്ട മിണ്ടാതിരിക്കണോ? അങ്ങോട്ട് പോകാതിരിക്കണോ? അങ്ങനെ അയാൾ തെളിച്ചൊന്നും പറഞ്ഞില്ല. തെളിച്ചു പറഞ്ഞില്ല. സാരംഗിന്റെ ഉദ്ദേശം അത് തന്നെയാ. ആര് സഹായത്തിനില്ലാതെ മൈഥിലി പൊറുതി മുട്ടണം, എന്നിട്ട് അവൾ അവിടുന്ന് ഇറങ്ങിപ്പോണം. അതാണ് സാരംഗിന്റെ പ്ലാൻ. അയാളുടെ പ്ലാൻ എന്തോ ആവട്ടെ, താൻ എന്തായാലും ആ വീട്ടിലേക്കുള്ള പോക്കൊന്ന് കുറച്ചോ. അത് അയാളുടെ വീടല്ലേ, അവിടെ എന്തായാലും കാര്യങ്ങൾ തീരുമാനിക്കാൻ അയാൾക്ക് അവകാശമുണ്ടല്ലോ. അവര് തമ്മിലുള്ള കണക്ക് പറച്ചിലാണെങ്കിൽ സാരംഗിനെ പോലെ തന്നെ മൈഥിലിക്കും അവകാശമുണ്ട്, തുല്യ അവകാശം. അപ്പോ സാരംഗിന്റെ സുഹൃത്തുക്കൾ അവിടെ ചെല്ലുന്നത് പോലെ മൈഥിലിയുടെ സുഹൃത്തുക്കൾക്കും അവിടെ ചെല്ലാം. സാരംഗ് വിലക്കിയാലും ഞാനത് ചെയ്യും. മൈഥിലിയെ കാണുകയും ചെയ്യും. വാശി വേണ്ടടോ. ഇക്കാര്യത്തിൽ വാശി തന്നെയാണ് രഞ്ജിത്ത്. സാരംഗ് പറയുന്ന കാര്യത്തിൽ ന്യായമുണ്ടെങ്കിൽ സാരംഗ് ജയിച്ചോട്ടെ. അല്ലാതെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയും കഷ്ടപ്പെടുത്തിയും ഒരാളെ ദ്രോഹിച്ചിട്ട് വേണ്ട. സാരംഗ് പറയുന്നത് ഞാൻ കേൾക്കും. എപ്പോഴെന്നറിയോ? സാരംഗ് മൈഥിലിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ 1% ശരിയുണ്ടെന്ന് എനിക്ക് തോന്നുമ്പോ. അതില്ലല്ലോ. പിന്നെ സാരംഗിനെ നമുക്ക് അറിഞ്ഞൂടെ? സ്വന്തം കാര്യം നടത്തിയെടുക്കാൻ വേണ്ടി എന്തിനു സാരംഗ് തയ്യാറാവും? ഇപ്പതാ രഞ്ജിത്തിനോട് പറഞ്ഞ് കൂളായി മൈഥിലിക്കടുത്ത് നിന്ന് എന്നെ പിന്മാറ്റാൻ നോക്കുന്നില്ലേ? അത് നല്ലൊരു എക്സാമ്പിൾ അല്ലേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. തന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. അതത്രേ ഉള്ളൂ.
സാരംഗ് എങ്ങോട്ടേ പോയിരിക്കുന്നെ? ബിസിനസ് ടൂറ് മലേഷ്യ. ഓ, ഇനി ആ പോക്കിന് പിന്നിലും എന്തെങ്കിലും ദുരൂഹതയുണ്ടോ? എന്ത് ദുരൂഹത? സാരംഗിന്റെ കാര്യമായതുകൊണ്ട് അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ. ഞാൻ റെഡിയായിട്ട് നിൽക്കാം. മൈഥിലിയെ ഇപ്പൊ തന്നെ വിളിക്കുന്നുണ്ടോ? ഇക്കാര്യങ്ങൾ ഞാൻ പറയുമെന്നാണ് കരുതുന്നേ? പറയില്ല. സാരംഗ് എന്ന നമ്മുടെ ചങ്ങാതി ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് അവൾ അറിയണ്ട. ഞാനെന്നാ പോയിട്ട് വരട്ടെ. സുമേ, എന്താ സർ? ഞാൻ നാളെ കഴിഞ്ഞ് 1-2 ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല. യാമി മോൾക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അവൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കണം. അതും അവൾക്ക് ആവശ്യമുള്ള ഭക്ഷണം. ചെയ്യാം സർ. പിന്നെ ഒരു കാരണവശാലും മോളോട് ആരും ദേഷ്യപ്പെടാൻ പാടില്ല. ഞാൻ മോളോട് ദേഷ്യപ്പെടാറില്ല സർ. സുമയുടെ കാര്യം മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, എല്ലാവരും ചേർത്താ പറഞ്ഞത്. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷം ഉണ്ടായാ എന്റെ നമ്പർ സുമയുടെ ഫോണിലുണ്ടല്ലോ, ഒന്ന് വിളിച്ചാൽ മതി. ആ മോളെ, മോക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് വേണം? വേണ്ടച്ചാ. അപ്പൊ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ സുമേ, എന്തേലും വീഴ്ച സംഭവിച്ചാ അതിന് ഉത്തരം സുമ പറയേണ്ടി വരും. സാരംഗൊന്ന് നിന്നേ. സാരംഗ് പോകുമ്പോ മോളുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കില്ലേ? ഇതിനു മുമ്പ് അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? അന്ന് ഇതുപോലത്തെ നിർദ്ദേശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്റെ മോളെ ഞാൻ നോക്കിക്കോളാം. വേണ്ട, അമ്മ എന്റെ ഒരു കാര്യവും നോക്കണ്ട. മൈഥിലി, ഇത് വലിയൊരു ചർച്ചയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കൂടുതൽ ചോദ്യങ്ങളും എന്നോട് ചോദിക്കണ്ട. ഞാൻ തിരിച്ചു വരുന്നത് വരെ യാമി മോള് അവളുടെ ഇഷ്ടത്തിന് നടന്നോട്ടെ. ഒരു കാരണവശാലും താൻ അത് ചോദ്യം ചെയ്യണ്ട. സാരംഗ് ഇവിടെ എന്റെ മോളാ. പക്ഷെ അവൾക്ക് തന്നെ പേടിയാണ്. മക്കളോട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു അച്ഛൻ അവരേറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരാളെ അവരുടെ കൂട്ടിനിരുത്തുവോ? ഇല്ലല്ലോ. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ മോളെ? നീ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്നത് എന്നെയാന്ന്. അമ്മയെ പരമാവധി നാണം കെടുത്തണം. അമ്മയ്ക്ക് ദേഷ്യം വരാനുള്ള മാർഗങ്ങള് ഗവേഷണം ചെയ്ത് കണ്ടെത്തണം. പക്ഷെ അതുകൊണ്ട് മോൾക്കുള്ള നേട്ടം എന്താന്ന് അമ്മയ്ക്കൊന്ന് പറഞ്ഞു തന്നാ മതി. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ സുമേ? കേട്ടു സർ. യാമി മോൾക്ക് ഭക്ഷണം എല്ലാവർക്കും ഒപ്പം വിളമ്പണമെന്നില്ല. അവക്കിഷ്ടമുള്ളപ്പോ സുമയോട് ചോദിച്ചോളൂ. ഭക്ഷണത്തിന്റെ കാര്യം ഉൾപ്പെടെ ആരും നിയന്ത്രിക്കണ്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞത്. വാ മോളെ. മോളെ, സുഖമില്ലേ നിനക്ക്? ഒന്നുമില്ല അച്ഛാ, ഒരു ചെറിയ തളർച്ച പോലെ. ഇന്ന് നീ മുറിയിൽ നിന്ന് അധികം പുറത്തു വന്നിട്ടില്ലല്ലോ. ക്ഷീണം കൊണ്ടാ. മരുന്നെന്തെങ്കിലും വാങ്ങണോ? അതോ ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും പോണോ? മരുന്നൊക്കെ എന്റെ കയ്യിലുണ്ട്. വാശിക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ഓർക്കില്ല അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തളർത്തുമെന്ന്. അതാണ് നിനക്കിപ്പോ സംഭവിച്ചത്. എന്റെ മനസ്സിനൊരു തളർച്ചയില്ല. ഞാനങ്ങനെ ചിന്തിച്ച് വീണുപോയതൊന്നുമല്ല. ശരീരത്തിന് വല്ലാത്തൊരു ഭാരം പോലെ. ഇടയ്ക്കൊന്നു തലചുറ്റി. ചിലപ്പോ BP ഷൂട്ടായതാവും. നോക്കായിരുന്നില്ലേ നിനക്ക്? വേണ്ടച്ചാ, ഒന്ന് ഉറങ്ങിയേ തീരും. കഴിക്കാൻ ഞാൻ കുറച്ചു മുമ്പ് ഒരു ആപ്പിൾ കഴിച്ചു. ഇന്നത് മതി. അച്ഛന്റെ മുമ്പിൽ പറഞ്ഞു പോയതിലൊക്കെ പിടിച്ചു നിൽക്കാൻ കൂടുതൽ ശ്രമിക്കണ്ട. സങ്കടങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും അത് വന്നിരുന്നു പറയാൻ അച്ഛന് നീയേ ഉള്ളൂ.
യാമി, അച്ഛൻ പോകുന്നോണ്ട് പേടിയുണ്ടോ മോൾക്ക്? മോൾ എന്തിനാ പേടിക്കുന്നത്? അച്ഛനില്ലാന്ന് വിചാരിച്ച് അമ്മ മോളെ വഴക്കൊന്നും പറയില്ല. അമ്മ അടുത്ത് വരരുത്, സംസാരിക്കരുത് എന്നൊക്കെ മോള് പറയുമായിരിക്കും. പക്ഷെ എന്റെ മോൾ ഒറ്റപ്പെടാൻ അമ്മ സമ്മതിക്കുവോ? നീ എന്തിനെങ്ങനെ പേടിച്ച് മാറി നിൽക്കുന്നേ? മോളെ നീ എന്തേ കാണിക്കുന്നേ? അമ്മ പറയുന്നു കേക്ക്. കേക്കില്ല. അച്ഛാ, അച്ഛാ, എന്താ എന്താ മോളെ? അമ്മേനെ കൊല്ലും. അമ്മേനെ കൊല്ലാനാ വന്നേക്കുന്നത്. അച്ഛൻ, എനിക്ക് പേടിയാ. അച്ഛൻ പോവല്ലേ. താനെന്തിനാ ഇപ്പൊ മോളോട് മിണ്ടിയ? സാരംഗ എന്തേ ചോദിക്കുന്നത്? എനിക്കെന്റെ മോളോട് മിണ്ടിക്കൂടെ? കൊല്ലാൻ ശ്രമിച്ചു എന്ന് മോള് പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയാണോ? എനിക്കിപ്പോ വിശ്വാസത്തിനും അവിശ്വാസത്തിനൊന്നും നേരമില്ല. ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുക. എനിക്ക് പോണം. സാരംഗ പൊക്കോ. ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ പോവരുത്. മൈഥിലി പ്ലീസ്. അവക്ക് തന്നെ പേടിയാ. അവളുടെ മുമ്പിലേക്ക് വരാതെ നോക്ക്, നാശം പിടിക്കാനായിട്ട്. ശരി സാരംഗ്, ഞാൻ സാരംഗ് പറയുന്നത് പോലെ കേൾക്കാം. പക്ഷെ നമ്മൾ തമ്മിലുള്ള വൈരാഗ്യം കുത്തിവെച്ച് നമ്മളുടെ മോൾ എവിടേക്കാ പോകുന്നതെന്ന് സാരംഗിനൊരു ധാരണ ഉണ്ടാവണം. എനിക്ക് നല്ല ധാരണയുണ്ട്. എനിക്ക് ഫ്ലൈറ്റിന് ടൈമായി. എനിക്ക് പോയേ പറ്റൂ. അച്ഛാ, പോവണ്ട അച്ഛാ. എന്താ മോളെ ഇത്? അച്ഛൻ പറഞ്ഞത് മനസ്സിലായില്ലേ? പിന്നെ ഇങ്ങനെ കാണിക്കാന്ന് പറഞ്ഞ താനൊന്ന് പോകുന്നുണ്ടോ എന്റെ അടുത്തുനിന്ന്? പ്ലീസ് മോളെ, അച്ഛന് പോണം. എന്തായാലും പ്രശ്നമുണ്ടെങ്കിൽ കുട്ടിച്ചനെ വിളിക്കാം. കുട്ടിച്ചൻ വരും. കുട്ടിച്ചൻ നിന്റെ കൂടെ ഇരുന്നോളൂ കേട്ടോ. മോള് പേടിക്കാതെ വാ. ഹലോ മൈഥിലി, എന്താടോ? താൻ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമോ? എന്താ പ്രശ്നം? സാരംഗ് ഇന്നലെ രാത്രി പോയി. പോകുന്നതിന് മുമ്പ് യാമി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. എന്ത് പ്രശ്നം? ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്നോ അവളാകെ പേടിയില്ലാന്നൊക്കെ പറയുന്നുണ്ട്. ഈ കുട്ടി ഇതെന്താ കാണിക്കുന്നേ? എടോ, സാരംഗ് പോയ ഉടനെ അവള് മുറി കയറി വാതിലടച്ചതാ. ഇത് ഞാൻ തട്ടി വിളിച്ചിട്ട് പോലും തുറക്കുന്നില്ല. അകത്ത് നിന്ന് അവളുടെ സംസാരമൊന്നുമില്ലേ? 1-2 വട്ടം എന്തൊക്കെയോ പറഞ്ഞു. എന്റെ ദൈവമേ. അങ്ങനെ മുറിയടച്ച് പൂട്ടിയിരുന്ന് വാശി കാണിച്ച അവസാനം അവൾക്ക് എന്തെങ്കിലും ആയി പോവെന്ന് എന്റെ പേടി. താനൊന്നു വാ. താമെന്ന് വിളിച്ച അവള് വാതിൽ തുറക്കും. ഞാൻ ഇപ്പൊ വരാം. രഞ്ജിത്ത്, എന്താടോ? രഞ്ജിത്ത്, നമുക്ക് മൈഥിലിയുടെ അടുത്തേക്ക് ഒന്ന് പോണം. എന്താ കാര്യം? യാമിക്ക് എന്തോ പ്രശ്നമുണ്ട്. അവൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് മുറി അടച്ച് അകത്തിരിക്കുക. വിളിച്ചിട്ട് തുറക്കുന്നുമില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലണം. അവളെ ആ മുറിയിൽ നിന്ന് ഇറക്കണം. അല്ലെങ്കിൽ പ്രശ്നമാണ്. എടോ, ദേ, കൂട്ടുകാരന്റെ വാക്ക് നോക്കി നിന്നാലേ അവസാനം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും. പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വരുന്നുണ്ടോ മര്യാദയ്ക്ക്? എന്നാ ശരി, പോവാം. ഞാൻ പെട്ടെന്നൊന്ന് റെഡി ആവട്ടെ. സുമേ, മൈഥിലി എവിടെ? യാമിമോള് കഥ കടച്ച് അകത്തിരിക്കുക. മാഡം വിളിച്ചിട്ടും തുറക്കുന്നില്ല. മൈഥിലി, ഈ കുട്ടി എന്താ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അനാമിക.
ഇവളെന്നെ കരുതിക്കൂട്ടി തോൽപ്പിക്കുക. ഞാനും യദും കൂടെ എത്ര തവണ അവളെ വിളിച്ചു എന്നറിയോ? ഒന്ന് വിളി കേട്ടൂടെ അവൾക്ക്? വാതിൽ തുറന്നൂടെ? താനൊന്ന് വിളിച്ചു നോക്ക്. യാമി, യാമി, മോളെ, അനാമിക ആന്റിയെ വിളിക്കുന്നേ. ഇവിടെ എല്ലാരും പേടിച്ചിരിക്കുക. നീ വാതിലൊന്ന് തുറക്ക്. സാരംഗ് പോയതിന്റെ പ്രോബ്ലം. സാരംഗിനെ വിടാൻ അവള് തയ്യാറല്ലായിരുന്നു. പക്ഷെ നിർബന്ധപൂർവ്വം സാരംഗ് പോയി. ആന്റി, ചേച്ചിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ? ഏയ്, അങ്ങനൊന്നുമില്ല മോനെ. യാമി, മോളെ നീ കേൾക്കുന്നുണ്ടോ? മാഡം, ഇനി ഇങ്ങനെ വെറുതെ വിളിച്ചോണ്ട് നിന്നിട്ട് കാര്യമുണ്ടോ? ആരെങ്കിലും വിളിച്ച് വാതിൽ പൊളിക്കോ എന്തെങ്കിലും ചെയ്താലേ. യാമി, എനിക്കിങ്ങനെ റിസ്ക് ഒന്നും എടുക്കാൻ വയ്യ. ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യാൻ പോവാ. ഈ കുട്ടികളെ കളിച്ച് കാര്യങ്ങൾ ഇവിടം വരെ എത്തിക്കണോ മൈഥിലി? യാമി മോളെ, വാതിൽ തുറക്ക്. അല്ലെങ്കിൽ ബലമായിട്ട് ആരെങ്കിലും കൊണ്ട് തുറപ്പിക്കേണ്ടി വരും. ഞാൻ തുറക്കില്ല. മോളെ, മാശി കാണിക്കാതെ. എന്റെ അടുത്തേക്ക് ആരും വരണ്ട. അച്ഛൻ വരുന്നവരെ ഞാൻ വാതിൽ തുറക്കില്ല. ഞാൻ ഇതിനകത്തിരുന്നോളാം. മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? നിനക്ക് ഭക്ഷണമൊന്നും കഴിക്കണ്ടേ? നിന്റെ അമ്മ നിന്നെ എന്ത് ചെയ്യാനാ? ഇവിടെ ആരും നിന്നെ ഒന്നും ചെയ്യില്ല. നീ പുറത്തേക്ക് വാ. ഞാൻ വരില്ലെന്ന് പറഞ്ഞാ വരില്ല. മോളെ, നിനക്ക് അസുഖമോ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ലല്ലോ? എനിക്കൊന്നുമില്ല. എല്ലാരും ഒന്ന് ബഹളം വെക്കുന്നത് പോവോ? മോളെ, മൈഥിലി, മതി. ഇങ്ങ് വന്നേ. മോളെ, എല്ലാവരും ഇപ്പൊ പോവാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാ മതി. നീ കണ്ടോ അനാമിക? ഇതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നല്ലേ, എന്നെ പേടിപ്പിക്കാൻ വേണ്ടി. അച്ഛന്റെ നിയന്ത്രണത്തിൽ അവള് വളർന്നോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന? വിട്ടുകളയടോ, അവള് കൊച്ചുകുട്ടിയാ. ആരെങ്കിലും എന്തെങ്കിലും മനസ്സിൽ കുത്തിവെച്ച് കൊടുത്താല് അതിനനുസരിച്ച് പ്രവർത്തിക്കും. ചേച്ചിക്ക് അമ്മയെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമല്ല. ഞാൻ എന്തോരം വിളിച്ചു എന്നറിയോ? ചേച്ചിക്കൊന്നും മിണ്ടിക്കൂടി. അതൊക്കെ ശരിയാവും കുട്ടാ. ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെടുന്ന ഞാൻ ജീവിതത്തിൽ കരുതിയിട്ടില്ല. അവൾ എത്ര നേരം ഏരിപ്പിരിക്കും? സാരംഗ എന്നാ തിരിച്ചു വരാ? അതുവരെ എന്റെ മോൾ ഇതിനകത്ത് പട്ടിണിയിരിക്കാനോ? ഞാൻ സമ്മതിക്കില്ല. അവൾ ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ ആരെങ്കിലും വിളിക്കും. ഈ വാതിൽ ഞാൻ പൊളിക്കും. എന്നിട്ട് അവൾ എന്റെ കൺമുന്നിൽ നിന്ന് ഓടുവോ ഒളിക്കോ എന്താന്ന് വെച്ചായിക്കോട്ടെ. സാരംഗ് ഇവിടെ ഇല്ലാത്ത നേരത്ത് എന്തായാലും അങ്ങനെയൊന്നും വേണ്ട. അല്ലാതെ ഇത് പരിഹരിക്കാൻ ഒരു മാർഗം ഉണ്ടോ എന്ന് നോക്കാം. എന്ത് മാർഗമോ മാഡം? ആര് പറഞ്ഞാലും യാമി മോൾ ഇപ്പൊ കേൾക്കില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ മൈഥിലി, നമ്മുടെ കുട്ടിച്ചൻ പറഞ്ഞാല് യാമി മോൾ അനുസരിക്കില്ലേ? അവള് കുട്ടിച്ചനായിട്ട് നല്ല അടുപ്പമല്ലേ? അത് ശരിയാ. എങ്കിൽ പിന്നെ മറ്റൊന്നും ആലോചിക്കണ്ട, കുട്ടിച്ചനെ വിളിക്ക്. സ്വന്തം മോൾക്ക് നേരത്തിനൊന്ന് ഭക്ഷണം കൊടുക്കാൻ വേറൊരാളുടെ സഹായം വേണ്ടി വന്നിരിക്കുക. ഏയ് മൈഥിലി, സാരമില്ല. ചുറ്റുപാടുള്ള എല്ലാവരും അറിയട്ടെ മൈഥിലിയുടെ കുടുംബജീവിതം ഇങ്ങനെയാന്ന്. ഹലോ കുട്ടിച്ച,